ഒടുവിൽ മോദിയുടെ രാഷ്ട്രീയ വാശിക്കൊപ്പം ജനം നിന്നു. അബ്ഡ സർക്കാർ എന്ന മോദിയുടെ പരിഹാസത്തിൽ AAPക്ക് കാലിടറി. 70-ൽ 48 സീറ്റ് നേടിയാണ് BJP രാജ്യ തലസ്ഥാനം പിടിച്ചത്. ഡൽഹിക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന UPയിലെ മിൽക്കിപ്പൂരിൽ BJPയും തമിഴ്നാട്ടിലെ ഈറോഡ് മണ്ഡലത്തിൽ DMKയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ശീഷ് മഹലിൽ നിന്നുള്ള കെജ്രിവാളിന്റെ എക്സിറ്റ് പ്രവചിച്ചവർക്ക് തെറ്റിയില്ല. 13-ൽ 11 എക്സിറ്റ് പോളുകളും BJPയുടെ ഡൽഹി വാപ്പസ് പ്രവചിച്ചു. അതുതന്നെ നടന്നു. രാവിലെ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ പോസ്റ്റ് ബാലറ്റിലടക്കം BJP തന്നെ മുന്നിട്ട് നിന്നു. ഫലം വരുമ്പോഴും വിധി മറ്റൊന്നായില്ല. തലസ്ഥാനം രാവിലെ മുതൽ BJPയുടെ ആഘോഷ ലഹരിയുടേതായി. 1 മണി പിന്നിട്ടപ്പോൾ കണ്ടത് 47 സീറ്റുകളും ലീഡുമായി നിന്ന BJP. 5 വർഷം മുൻപ് 62 സീറ്റുമായി ഭരിച്ച ആം ആദ്മി അടിതെറ്റി വീണു. BJP തിരിച്ചു വന്നത് 8 സീറ്റിൽ നിന്നാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനും BJP നേതാവുമായ പർവേഷ് വർമ്മയോട് 4089 വോട്ടുകൾക്ക് കെജ്രിവാൾ പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് കളത്തിലിറക്കിയ ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് ആദ്യഘട്ടം മുതൽ 3-ാം സ്ഥാനത്ത് തുടർന്നു. നേടിയത് 4568 വോട്ട്. കെജ്രിവാളിന്റെ പരാജയം AAPക്ക് വലിയ തിരിച്ചടിയാണ്. പരാജയം സമ്മതിക്കുന്നു, ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും, കെജ്രിവാൾ പറഞ്ഞു. മന്ത്രിമാരായ ഗോപാൽ റായ്, മുകേഷ് അഹ്ലാവത്ത്, ഇമ്രാൻ ഹുസൈൻ എന്നിവർ ബാബർപൂർ, സുൽത്താൻപൂർ മജ്ര, ബല്ലിമരാൻ മണ്ഡലങ്ങളിലായി ജയിച്ചപ്പോൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള പ്രമുഖരെല്ലാം തോറ്റുമടങ്ങി. അവസാന 2 റൗണ്ടിൽ രമേശ് ബിദുടിക്കെതിരായ അതിഷിയുടെ ജയം ആശ്വാസമായി. അതും വെറും 900 വോട്ടിന്. മുസ്തഫാബാദ് പോലൊരു ന്യൂനപക്ഷ ശക്തി കേന്ദ്രത്തിൽ BJP ജയിച്ചു കയറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സംപൂജ്യ സ്ഥിതി പക്ഷേ കോൺഗ്രസ് തുടർന്നു. 7% വോട്ടുമായി ഒതുങ്ങി ഡൽഹി കോൺഗ്രസ്. 2020-ൽ ഈ വിഹിതം 4.3%. തെരഞ്ഞെടുപ്പ് വിധിയോട് പ്രതികരിച്ച പ്രിയങ്ക ഗാന്ധി ജനം മാറ്റം ആഗ്രഹിച്ചിരുന്നുവെന്നാണ് പറഞ്ഞത്. സിസോദിയ ജംഗ്പുരിയിൽ 675 വോട്ടിനാണ് BJPയുടെ തർവീന്ദർ സിംഗ് മർവയോട് തോറ്റത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫർഹാദ് സുരി നേടിയത് 7350 വോട്ട്. സത്പർഗഞ്ചിൽ നിന്ന് സിസോദിയ ഒഴിഞ്ഞ സീറ്റിൽ ആം ആദ്മിയുടെ ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി അവധ് ഓഡ 28072 വോട്ടിനാണ് BJPയുടെ രവീന്ദർ സിംഗ് നേഗിയോട് തോറ്റത്. ഷാക്കൂർ ബസ്തിയിൽ തോറ്റ സത്യേന്ദ്ര ജെയിന്റേതും 20,000-ലധികം വോട്ടിന്. ദളിത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ആം ആദ്മി സ്വാധീനം നിലനിർത്തി. 2020-ൽ ഒപ്പം നിർത്തിയ 7 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 6-ഉം ആം ആദ്മിക്കൊപ്പം നിന്നു. 12 ദളിത് സംവരണ സീറ്റുകളിലും AAP ലീഡ് നിലനിർത്തി. രമേശ് ബിദുടി പരാജയപ്പെട്ടതോടെ പർവേഷ് വർമ്മയ്ക്കാണിനി തലപ്പൊക്കം. കെജ്രിവാളിനെ തോൽപ്പിച്ച മുൻ മുഖ്യമന്ത്രിയുടെ മകന് 2 തവണ ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയ ചരിത്രവും മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വരവിനെ പിന്തുണയ്ക്കും. MP മനോജ് തിവാരിയും ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയും മത്സരിച്ചിരുന്നില്ലെങ്കിലും സാധ്യത പട്ടികയിലുണ്ട്. വജേന്ദ്ര ഗുപ്ത, മുൻ AAP മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട്, മുൻ PPC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി എന്നിവരാണ് മറ്റു സാധ്യതകൾ. അതേസമയം ഡൽഹിക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന UPയിലെ മിൽക്കിപ്പൂരിൽ BJP വിജയിച്ചപ്പോൾ തമിഴ്നാട്ടിലെ ഈറോഡ് മണ്ഡലത്തിൽ DMK വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.